ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഞാൻ ഷിപ്പിലൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. എല്ലാ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനും സാറ്റർഡേസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ജോബുണ്ട്. ഫയർ ഡിറ്റക്ടേഴ്സിൻ്റെ മെയിൻ്റനൻസും ടെസ്റ്റിങ്ങുമാണ് സാറ്റർഡേ നമ്മൾ ചെയ്യുന്നത്. എല്ലാ സോണിൽ നിന്നും ഓരോന്ന് വെച്ച് 3 മന്തിൽ നമ്മൾ എല്ലാ ഡിറ്റക്ടേഴ്സും ചെക്ക് ചെയ്യും. സ്മോക്ക്, ഹീറ്റ്, ഫ്ലെയിം, ഈ 3 നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഡിറ്റക്ടേഴ്സ്. അഡീഷണൽ ആയിട്ട് മാനുവൽ കോൾ പോയിന്റ്സ് ഉണ്ടാവും. മാനുവൽ കോൾ പോയിന്റ്സ് നമ്മളിത് ഈ സ്പെയർ കീ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യും. സ്മോക്ക് ഡിറ്റക്ടേഴ്സ് നമ്മുടെ കയ്യിലുള്ള എയറോസോൾ കെമിക്കൽ വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും. എഞ്ചിൻ റൂമിലും ബ്രിഡ്ജിലും ഫയർ സ്റ്റേഷനിലും CCRലും നമുക്ക് ഏത് സോണിൽ നിന്നാണ് ഫയർ ട്രിഗർ ചെയ്തതെന്ന് കൃത്യമായിട്ട് കാണിച്ചു തരും. ഓൾ ഓവർ അക്കോമഡേഷനും എഞ്ചിൻ റൂമും നമുക്ക് ഫയർ ബെല്ല് ട്രിഗർ ആവും. ഈ കാണുന്നത് ഹീറ്റ് ഡിറ്റക്ടർ ടെസ്റ്റ് ചെയ്യാനുള്ള ഹീറ്റ് ബ്ലോവർ ആണ്. ഫ്ലെയിം ഡിറ്റക്ടർ ടെസ്റ്റ് ചെയ്യാനുള്ള ലാമ്പാണ് ഈ കാണുന്നത്. അങ്ങനെ സാറ്റർഡേ റൂട്ടീനിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ടെസ്റ്റിംഗ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ടെസ്റ്റിംഗ് കഴിഞ്ഞ് താഴ്ത്തി വന്നപ്പോൾ എഞ്ചിനീയേഴ്സ് എമർജൻസി ബിൽജ് സെക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ട്രൈ ഔട്ട് ചെയ്യായിരുന്നു. എഞ്ചിൻ റൂമിൽ ഏതെങ്കിലും കാരണത്താൽ ഫ്ലഡിങ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഉപയോഗിക്കുന്ന എമർജൻസി ആയിട്ടുള്ള സെക്ഷനാണ് ഈ എമർജൻസി ബിൽജ് സെക്ഷൻ. അതിൻ്റെ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒരു ചെറിയ ട്രെയിനിങ് ഉണ്ടായിരുന്നു, CO2 എങ്ങനെ യൂസ് ചെയ്യണമെന്ന്. ഇലക്ട്രിക്കൽ ഫയർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ DCPനേക്കാളും നമ്മൾ CO2 ആണ് കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷം. അടുത്ത വീഡിയോയിൽ കാണാം. ചെസ് വാണ്ട വിത്ത് നിധി.